നമസ്കാരം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ചുള്ള സംശയങ്ങളും പ്രചാരണങ്ങളും വാഗ്വാദങ്ങളും ഒക്കെ തകൃതിയായി നടക്കുകയാണ് കേരളത്തിൽ. പലർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് സംശയങ്ങൾ ഉന്നയിച്ച അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ വഴിവിട്ട് ചിലവാക്കിയ പണത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ച പലർക്കെതിരെയും കേസുകൾ എടുത്തിട്ടുണ്ട്. കാരണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം സംഭാവന ചെയ്യുന്നത് തടഞ്ഞുകൊണ്ടുള്ള പ്രചാരണങ്ങളാണ് അവരൊക്കെ നടത്തിയത് എന്നാണ് മുഖ്യമന്ത്രിയും പാർട്ടി നേതാക്കളും ഒക്കെ ആരോപിക്കുന്നത്. എന്തായാലും പോലീസിന് മറ്റ് നിർവാഹമില്ലാത്തതിനാൽ അവർ കേസെടുക്കുന്നു. അതുപോലെ പലർക്കെതിരെയും കേസെടുത്ത കൂട്ടത്തിൽ അഖിൽ മാരാർ എന്ന വ്യക്തിക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. അദ്ദേഹം 1 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവന ചെയ്തു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അദ്ദേഹം കൃത്യമായ തെളിവുകളോടെയാണ് രംഗത്ത് വന്നിട്ടുള്ളത്. താൻ 3 വീടുകൾ ദുരിതബാധിതർക്ക് നിർമ്മിച്ചു കൊടുക്കാമെന്നാണ് അഖിൽ മാരാർ ആദ്യം പറഞ്ഞത്. അദ്ദേഹം അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രചാരണങ്ങളൊക്കെ സോഷ്യൽ മീഡിയയുടെ ശക്തി നമുക്കറിയാം, വളരെ ശക്തമാണ്. പല മുൻനിര മാധ്യമങ്ങളെയും വിശ്വാസത്തിലെടുക്കാത്ത ജനം ചില ഓൺലൈൻ മാധ്യമങ്ങളെ മാത്രമാണ് വിശ്വാസത്തിലെടുക്കുന്നത്. കാരണം അവരൊക്കെ പറയുന്നത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്, പൊതുജനങ്ങൾക്ക് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ്, ഒരു സാധാരണക്കാരൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് പല ഓൺലൈൻ മാധ്യമ പ്രവർത്തകരും സംസാരിക്കുന്നത് എന്നുകൂടി അറിയണം. കാരണം അവർക്ക് PRDയുടെ പരസ്യം ആവശ്യമില്ല, അല്ലെങ്കിൽ അവർക്ക് പ്രസ് ക്ലബിൽ അംഗത്വം ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല, മറ്റൊരു ഏതെങ്കിലും രീതിയിലുള്ള സ്വാധീനത്തിനോ സമ്മർദ്ദത്തിനോ വഴിപ്പെടേണ്ട കാര്യവുമില്ല. പല ഓൺലൈൻ മാധ്യമങ്ങളും സത്യങ്ങൾ വെട്ടിത്തുറന്ന് പറയാൻ കാണിക്കുന്ന ഒരു ആർജവം, ആ ഒരു സമൂഹ മാധ്യമങ്ങൾ കൂടി, ഇത്തരത്തിലുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ കൂടി ഇല്ലായിരുന്നുവെങ്കിൽ എത്രമാത്രം തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുമായിരുന്നു കേരളത്തിലെ ജനങ്ങളെന്ന് കൂടി നമ്മൾ ഓർക്കണം ഈ അവസരത്തിൽ. അപ്പോൾ ഈ പ്രചാരണങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പത്രസമ്മേളനം നടത്തി. ഇതുവരെ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ചുള്ള സംശയങ്ങളൊക്കെ പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ടെങ്കിലും ലോകായുക്തയിൽ ഇത് സംബന്ധിച്ചുള്ള ഹർജി നിലനിൽക്കുന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രിയോ മറ്റുള്ളവരോ ഇതേക്കുറിച്ചുള്ള യാതൊരു പരാമർശവും നടത്തിയിരുന്നില്ല. മുഖ്യമന്ത്രിയോട് അടുത്തു നിൽക്കുന്നവരോ ഒന്നും ഇതേക്കുറിച്ചുള്ള പരാമർശമൊന്നും നടത്തിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ പുതിയൊരു ദുരന്തം വന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകളുടെ ഒഴുക്ക് വന്നതോടുകൂടി ഈ പ്രചാരണങ്ങളൊക്കെ ശക്തമായി സോഷ്യൽ മീഡിയയിൽ പഴയ കാര്യങ്ങളൊക്കെ പൊങ്ങി വന്നു. ഇതോടുകൂടിയാണ് സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾക്ക് തടയിട്ടില്ലെങ്കിൽ അത് കൂടുതൽ ദോഷം ചെയ്യും, തങ്ങൾക്ക് കൂടുതൽ ദോഷം ചെയ്യും എന്ന് മനസ്സിലാക്കിയതോടെയാണ് ചില ചെറിയ ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെയും അല്ലെങ്കിൽ യൂട്യൂബർമാർക്കെതിരെയും അഭിപ്രായങ്ങൾ ശക്തമായി വെട്ടിത്തുറന്ന് പറയുന്ന വ്യക്തികൾക്കെതിരെയും ഒക്കെ കേസെടുക്കാൻ പോലീസിൽ സമ്മർദ്ദം ചെലുത്തി തുടങ്ങിയത്. എന്തായാലും മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞ കാര്യം പോലും വളരെ വാസ്തവ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് നമുക്ക് തെളിവുകൾ സഹിതം സമർത്ഥിക്കാൻ കഴിയും. എന്തായാലും ഇന്നലെ മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ പത്രസമ്മേളനം നമുക്കൊന്ന് കാണാം. ചിലരാണ് ഇത്തരമൊരു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സുതാര്യമല്ല എന്ന രീതിയിലുള്ള കുപ്രചരണം നടത്തുന്നത്. നാടിതുവരെ സാക്ഷ്യം വഹിച്ചതിൽ ഏറ്റവും ദാരുണമായ ഈ ദുരന്തമുഖത്തും ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണം ചില തീർത്തും പ്രതിലോമപരമായി നടത്തപ്പെടുകയാണ്. ഇതിൻ്റെ ഒരു വശം നമ്മൾ കാണേണ്ടത്, ഈ പ്രചരണത്തിൽ മറ്റ് തരത്തിലുള്ള ഉദ്ദേശങ്ങളൊന്നും ഇല്ലാത്തവരും ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാനിടയുണ്ട്. അവർ യാഥാർത്ഥ്യം എന്താണെന്ന് തിരിച്ചറിയണമെന്നുള്ളത് കൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി വ്യക്തമാക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഒരു ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം വഴിയാണ് നിയന്ത്രിക്കുന്നത്. സീനിയർ IAS ഉദ്യോഗസ്ഥനായ ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പേരിലുള്ള അക്കൗണ്ടിലേക്കാണ് ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനകൾ വരുന്നത്. നിലവിൽ ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ശ്രീ രവീന്ദ്രകുമാർ അഗർവാളാണ് ഈ ഫണ്ടിൻ്റെ ചുമതലക്കാരൻ. ദുരിതാശ്വാസ നിധിയിലേക്ക് കടക്കുന്ന സംഭാവനകൾ SBIയുടെ തിരുവനന്തപുരം സിറ്റി മെയിൻ ബ്രാഞ്ചിലെ അക്കൗണ്ടിലേക്കും മറ്റ് പ്രധാന ബാങ്കുകളിലുള്ള പൂൾ അക്കൗണ്ടുകളിലേക്കുമാണ് നിക്ഷേപിക്കപ്പെടുന്നത്. ഈ അക്കൗണ്ടുകൾ വഴിയുള്ള ബാങ്ക് ട്രാൻസ്ഫറിലൂടെയാണ് പണം ഗുണഭോക്താക്കളിലേക്ക് എത്തുക. ദുരിതാശ്വാസ നിധിയുടെ ഈ ഓൺലൈൻ പോർട്ടലിൻ്റെ സുഗമമായ നടത്തിപ്പിനാണ് പൂൾ അക്കൗണ്ടുകൾ സൃഷ്ടിച്ചത്. ധനകാര്യ സെക്രട്ടറിയുടെ അറിവും സീലുമില്ലാതെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഫണ്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇതിൻ്റെ വേറൊരു ഭാഗം, ദുരിതാശ്വാസ നിധിയുടെ അഡ്മിനിസ്ട്രേഷൻ നിർവഹിക്കുന്നത് റവന്യൂ വകുപ്പാണ്. ഈ അക്കൗണ്ടുകൾ വഴിയുള്ള ധനകാര്യ കൈമാറ്റം റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരമേ സാധിക്കുകയുള്ളൂ. ഇതിനകത്ത് വ്യക്തമായ വ്യവസ്ഥകൾ നേരത്തെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കലക്ടർക്ക് അനുവദിക്കാവുന്ന തുക, റവന്യൂ സെക്രട്ടറിക്ക് അനുവദിക്കാവുന്ന തുക, റവന്യൂ മന്ത്രിക്ക് അനുവദിക്കാവുന്ന തുക, മുഖ്യമന്ത്രിക്ക് അനുവദിക്കാവുന്ന തുക, ഇതൊക്കെ സർക്കാർ ഉത്തരവ് പ്രകാരം
നിശ്ചിതമാണ്. അതിനും മുകളിലുള്ളത് മന്ത്രിസഭക്കാണ് അധികാരം. ദുരിതാശ്വാസ നിധി വഴി ലഭിക്കുന്ന സഹായം, വിനിയോഗിച്ച തുക, ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ തുടങ്ങിയ എല്ലാ വിവരങ്ങളും വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAGയുടെ വർഷാവർഷം ഓഡിറ്റ് ചെയ്യുന്ന അക്കൗണ്ടാണിത്. 2016 ഏപ്രിൽ 1 മുതൽ 2019 ഓഗസ്റ്റ് 31 വരെയുള്ള ഓഡിറ്റ് പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിൽ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു ക്രമക്കേടും ഇതിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത് ആ റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ദുരിതാശ്വാസ നിധിയുടെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കാൻ നിയമസഭയ്ക്ക് അധികാരവുമുണ്ട്. അപ്പോൾ അങ്ങേയറ്റം സുതാര്യമായ രീതിയിൽ നടക്കുന്ന ഒരു സംവിധാനമാണിത്. ഇതിൽ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് ഓഡിറ്റിന് വിധേയമാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഓഡിറ്റ് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. 2018-2019 കാലയളവിലെ ഓഡിറ്റിംഗ് കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഓഡിറ്റിംഗ് റിപ്പോർട്ട് പുറത്തുവിടാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. എന്തുകൊണ്ടാണ് ആ ഓഡിറ്റ് റിപ്പോർട്ട് അദ്ദേഹം പുറത്തുവിടാത്തത്? എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇത്രയും കാലം നിശബ്ദനായിരുന്നത്? കേരളത്തിലെ സാധാരണക്കാർ പോലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്ന സംഭാവനകളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഈ സമയത്താണ് മുഖ്യമന്ത്രി ഇന്നലെ ഒരു പേരിനൊരു പത്രസമ്മേളനം നടത്തിയത്. എന്നാൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്കത് സമർത്ഥിക്കാൻ കഴിയും. മുഖ്യമന്ത്രി പറഞ്ഞതെല്ലാം വാസ്തവ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ അപ്പോഴും അദ്ദേഹം തനിക്കുണ്ടായ പിഴവ് സമ്മതിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ്. എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ, ഒരു നാടിൻ്റെ മുന്നിൽ, അല്ലെങ്കിൽ ഇത്രയും മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ നിന്ന് കള്ളം പറയാൻ കഴിയുന്നത്? മുഖ്യമന്ത്രിയുടെ ഈ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് KSFBക്ക് ലാപ്ടോപ്പ് വാങ്ങാനായി 81,43 ലക്ഷം രൂപ എടുത്തു കൊടുത്തിരിക്കുന്നത്. അതായത് തീപിടുത്തവും പ്രളയവും ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോൾ അതിലെ ദുരിതബാധിതരെ സഹായിക്കാനാണ് CMDRF ഫണ്ട്. അത് ഇതുപോലെ ലാപ്ടോപ്പ് വാങ്ങാനോ അല്ലെങ്കിൽ പാർട്ടി നേതാക്കളുടെ കടം തീർക്കാനോ ഒന്നുമുള്ളതല്ല. പക്ഷേ ഇതൊന്നും പറയാൻ പാടില്ല. ഇതൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് തെറ്റാകുന്നത്? ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി കേരളത്തിലെ പൊതുജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ചികിത്സയും അതുപോലെ വാഹനം, അദ്ദേഹത്തിൻ്റെ സർവ്വ സൗകര്യങ്ങളും കേരളത്തിലെ സാധാരണക്കാരൻ്റെ നികുതിപ്പണം കൊണ്ടാണ്. 6-7 മാസങ്ങളായി പെൻഷൻ മുടങ്ങിയിരിക്കുന്ന സാധാരണക്കാരായ പാവങ്ങളുടെ മുന്നിൽ വന്ന് ഇപ്പോഴും ഇത്തരത്തിൽ കള്ളം പറയാൻ എങ്ങനെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് കഴിയുന്നത്? എത്ര പേർക്കെതിരെ കേസെടുക്കാൻ കഴിയും? എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു തരം താഴലിലേക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പോകുന്നത്? വീണ്ടും വീണ്ടും പച്ച കള്ളങ്ങൾ പറഞ്ഞാൽ അതൊരിക്കലും സത്യമാകില്ല മുഖ്യമന്ത്രി. ഇനിയെങ്കിലും താങ്കൾ യാഥാർത്ഥ്യത്തിലേക്ക് വരിക. കാരണം താങ്കൾ ഈ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന ഓരോ വാചകങ്ങളും നിങ്ങളെ കൂടുതൽ പഴയതിനേക്കാൾ കൂടുതൽ അപഹാസ്യനാക്കുകയാണ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ തിരിച്ചറിയണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വാക്കിനേക്കാൾ അഖിൽ മാരാർ എന്നൊരു സാധാരണ ചെറുപ്പക്കാരൻ്റെ വാക്കുകൾ ആളുകൾ മുഖവിലേക്ക് എടുക്കുന്നുണ്ടെങ്കിൽ കരുതിക്കോളൂ, ഉറപ്പിച്ചോളൂ മുഖ്യമന്ത്രി, താങ്കളുടെ വിശ്വാസ്യത തകർന്നു തരിപ്പണമായി കഴിഞ്ഞിരിക്കുന്നു. എത്ര പേർക്കെതിരെ കേസെടുത്തു നിശബ്ദമാക്കാം? ഉത്തര കൊറിയയിലും നടക്കുന്നത് ഇതല്ലേ? കേസെടുക്കുക, ജയിലിലടയ്ക്കുക, കേസെടുക്കുക, ജയിലിലടയ്ക്കുക. അപ്പോൾ സാധാരണക്കാരായ ആൾക്കാർ എങ്ങനെ ജീവിക്കും? ഒന്നും ഒരു അഭിപ്രായവും പറയാൻ പാടില്ല. ഈ നിങ്ങളല്ലേ ഫാസിസത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത്? നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും ഒക്കെ ഫാസിസ്റ്റുകളാണെന്ന് 100 ആവർത്തി ഏതൊരു പൊതുവേദിയിലും പറയുന്നത് നിങ്ങളല്ലേ? പക്ഷേ കേരളത്തിൽ ഒരു വ്യക്തിക്ക് ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയില്ലേ നിങ്ങൾ കാര്യങ്ങളെ? മുഖ്യമന്ത്രിക്കോ സർക്കാരിനോ എതിരെ ആരെങ്കിലും കുപ്രചരണം നടത്തുകയാണെങ്കിൽ തീർച്ചയായും താങ്കൾക്ക് അവർക്കെതിരെ എല്ലാം കേസെടുക്കാം. വേണമെങ്കിൽ അവരെ തൂക്കിക്കൊല്ലാനുള്ള വകുപ്പിട്ട് വേണമെങ്കിലും കേസെടുക്കാം. പക്ഷേ ഞങ്ങളൊക്കെ ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ കണ്ണടച്ചിരിക്കാൻ കഴിയില്ല. കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി വന്നിരുന്ന ഇതുപോലൊരു പച്ചക്കള്ളം വീണ്ടും വീണ്ടും തട്ടിവിടുമ്പോൾ മുഖ്യമന്ത്രി പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, വിവരാവകാശ നിയമപ്രകാരം ഇതെല്ലാം ലഭ്യമാണെന്നാണ്. ഈ വിഷയത്തെക്കുറിച്ച് വിവരാവകാശ നിയമപ്രകാരം എഴുതി ചോദിച്ചപ്പോൾ വ്യക്തമായ ഉത്തരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് മറച്ചു വയ്ക്കുന്നത്? നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ ഈ തുക വകമാറ്റി ചെലവഴിച്ചു എന്ന്. അതുമാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. അല്ലാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം തരരുത് എന്നൊന്നും ഒരിക്കലും പറയുന്നുമില്ല. കാരണം വയനാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ ഈ ദുരന്തത്തിൽപ്പെട്ടവരെ ചേർത്തു നിർത്തേണ്ടത് കേരളത്തിലെ ഓരോരുത്തരുടെയും ഒരു കടമ കൂടിയാണ്. പക്ഷേ മുഖ്യമന്ത്രിയോടൊപ്പം ചേർന്ന് നിന്ന് അവൻ അത് ചെയ്തു, അവൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് കേസെടുക്കാൻ പോലീസിൽ സമ്മർദ്ദം ചെലുത്തുകയും കേസെടുപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു കുടത്തിൻ്റെ വായ മൂടിക്കെട്ടാം, പക്ഷേ 1000 കുടങ്ങളുടെ വായ മൂടിക്കെട്ടുക അസാധ്യമാണ്. അത് ഇനിയെങ്കിലും തിരിച്ചറിയുക. അതുകൊണ്ട് പിഴവെന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റുപറയുക. അതാണ് ഇതിനേക്കാൾ മാന്യത. അല്ലാതെ വീണ്ടും വീണ്ടും വന്നിരുന്ന് മൈക്കിന് മുന്നിൽ വന്നിരുന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിരുന്ന് പൊതുജനങ്ങളുടെ മുന്നിൽ വന്നിരുന്ന് ഇങ്ങനെ നുണ പറയുന്നത് ഒരിക്കലും ജനങ്ങൾ അംഗീകരിക്കില്ല. അതിനി അംഗീകരിക്കാൻ കഴിയുകയുമില്ല.